മേജർ ലീഗ് ക്രിക്കറ്റിൽ പ്രായം തളർത്താത്ത പോരാളിയായി ഫാഫ് ഡുപ്ലസിസ്. ടെക്സാസ് സൂപ്പർ കിങ്സിന് വേണ്ടി തൻ്റെ 40-ാം വയസ്സിൽ തകർപ്പൻ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസ താരം. 50 പന്തുകളിൽ നിന്നാണ് ഡുപ്ലസിസ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. തൊട്ടടുത്ത പന്തിൽ താരം പുറത്താവുകയും ചെയ്തു. ഡുപ്ലസിസ് സെഞ്ചുറി നേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ MLC ടീമായ ടെക്സാസ് സൂപ്പർ കിങ്സ് സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസിനോട് പരാജയപ്പെട്ടു. 2025 IPL സീസണിലെ മോശം പ്രകടനത്തിന് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് ഡുപ്ലസിസ് നടത്തിയിരിക്കുന്നത്. ഈ സീസൺ IPLൽ ഡൽഹി ക്യാപിറ്റൽസിനായി 9 മത്സരങ്ങൾ കളിച്ച ഡുപ്ലസിസ് 123.93 സ്ട്രൈക്ക് റേറ്റിൽ 202 റൺസാണ് നേടിയിട്ടുള്ളത്. ആകെ 13 IPL സീസണുകളിലായി 154 മത്സരങ്ങൾ ഡുപ്ലസിസ് കളിച്ചിട്ടുണ്ട്. 39 അർദ്ധ സെഞ്ചുറികൾ ഉൾപ്പെടെ 4773 റൺസും അദ്ദേഹം IPLൽ സ്കോർ ചെയ്തിട്ടുണ്ട്. യൂണിക്കോൺസിനെതിരെയുള്ള മത്സരത്തിൽ 6 ഫോറുകളും 7 സിക്സറുകളും അടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 196.08 ആയിരുന്നു. ബാറ്റിങ്ങിൽ മാത്രമല്ല ഫീൽഡിങ്ങിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സെഞ്ചുറി നേട്ടത്തിലൂടെ ഡുപ്ലസിസ് ഒരു തകർപ്പൻ റെക്കോർഡും സ്വന്തമാക്കി. T20 ക്രിക്കറ്റിൽ ക്യാപ്റ്റനായി ഇറങ്ങി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡിൽ ബാബർ അസം, മൈക്കൽ ക്ലിങ്ങർ എന്നിവർക്കൊപ്പമാണ് ഡുപ്ലസിസ് എത്തിയത്. 7 സെഞ്ചുറികളാണ് ബാബർ അസമും മൈക്കൽ ക്ലിങ്ങറും നേടിയിരുന്നത്. ക്യാപ്റ്റനായി കളിച്ച് ഡുപ്ലസിസിൻ്റെ 7ാമത്തെ സെഞ്ചുറിയാണ് ഈ മത്സരത്തിൽ പിറന്നത്. ബാബർ അസം 144 മത്സരങ്ങളിൽ നിന്നാണ് 7 T20 സെഞ്ചുറികൾ തികച്ചത്. ഫാഫ് ഡുപ്ലസിസ് 202 മത്സരങ്ങളിൽ നിന്ന് ഈ നേട്ടം കൈവരിച്ചു. മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ മൈക്കൽ ക്ലിങ്ങർ 120 മത്സരങ്ങളിൽ നിന്ന് 7 സെഞ്ചുറികൾ നേടിയിരുന്നു. ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയും ഇംഗ്ലീഷ് ബാറ്റർ ജെയിംസ് വിൻസും ഈ റെക്കോർഡിൽ ഇവർക്ക് തൊട്ടുപിന്നിലുണ്ട്. 5 സെഞ്ചുറികളാണ് ക്യാപ്റ്റൻ സ്ഥാനത്തിരുന്ന് ഇരുവരും നേടിയിട്ടുള്ളത്. ഡുപ്ലസിസിൻ്റെ സെഞ്ചുറിയുടെ കാര്യത്തിൽ ടെക്സാസ് സൂപ്പർ കിങ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസാണ് എടുത്തത്. 24 പന്തിൽ 38 റൺസ് എടുത്ത സായ് തേജ മുക്കമല്ലയാണ് സൂപ്പർ കിങ്സിൻ്റെ മറ്റൊരു പ്രധാന സ്കോറർ. കോൺവേ 23 പന്തിൽ 23 റൺസ് മാത്രമെടുത്ത് നിരാശപ്പെടുത്തി. 10ാം ഓവറിൽ കോൺവേ പുറത്താകുമ്പോൾ 97 റൺസാണ് സൂപ്പർ കിങ്സ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ക്രീസിലെത്തിയ സായ് തേജക്കൊപ്പം ചേർന്ന് 70 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഡുപ്ലസിസ് പടുത്തുയർത്തി. എന്നാൽ 2 റൺസ് എടുക്കുന്നതിനിടയിൽ 3 വിക്കറ്റുകൾ നഷ്ടമായത് സൂപ്പർ കിങ്സിന് തിരിച്ചടിയായി മാറി. യൂണിക്കോൺസിന് വേണ്ടി സാവിയർ ബാട്ട്ലെറ്റും ഹാരിസ് റൌഫും 2 വിക്കറ്റുകൾ വീതം നേടി. ടെക്സാസ് ഉയർത്തിയ 199 റൺസ് വിജയലക്ഷ്യം സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസ് 16.1 ഓവറിൽ മറികടന്നു. 3 വിക്കറ്റുകൾ മാത്രമാണ് യൂണിക്കോൺസിന് നഷ്ടമായത്. ഫിന്നലൻ 35 പന്തിൽ 78 റൺസുമായി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. 8 സിക്സറുകളും 4 ഫോറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്. മാത്യു ഷോട്ട് 29 പന്തിൽ 61 റൺസ് നേടി. 6 ഫോറുകളും 4 സിക്സറുകളുമാണ് ഷോട്ട്സ് അടിച്ചുകൂട്ടിയത്. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 8.3 ഓവറിൽ 117 റൺസാണ് ഷോട്ടും ഫിന്നലനും ചേർന്ന് കൂട്ടിച്ചേർത്തത്. ഷോട്ട് പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ ജെയ്ക്ക് ഫ്രേസർ 25 പന്തിൽ 37 റൺസ് നേടി നിർണായക പ്രകടനം നടത്തി. സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസ് ഈ സീസണിൽ ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. സീസണിൽ കളിച്ച 4 മത്സരങ്ങളിലും വിജയിച്ച അവർ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. 6 പോയിന്റുകളുമായി ടെക്സാസ് സൂപ്പർ കിങ്സ് ആണ് 2ാം സ്ഥാനത്ത്. ഈ സീസണിലെ അവരുടെ ആദ്യത്തെ തോൽവിയായിരുന്നു ഇപ്പോൾ ഏറ്റുവാങ്ങിയത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.